ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഇനി നമ്മൾ പോകുന്നത് നേരെ വിശാഖപട്ടണത്തേക്കാണ്. CITU 18ാമത് അഖിലേന്ത്യാ സമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളായി അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സമ്മേളനത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്നറിയണം. സന്തോഷ് കൂടെ ചേരും. സന്തോഷ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. CITU അഖിലേന്ത്യാ സമ്മേളനം ചർച്ചകൾ, റിപ്പോർട്ടുകളൊക്കെ എവിടം വരെയായി? സമ്മേളനം എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്നത്തെ പ്രധാന അജണ്ട എന്താ? വിനിഷ, ആദ്യ 3 ദിവസങ്ങളിലായി പ്രധാനപ്പെട്ട 2 അജണ്ടകൾ സമ്മേളനം പൂർത്തിയാക്കി കഴിഞ്ഞു. ഒന്ന് ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലും രണ്ടാമത് സംഘടനാ റിപ്പോർട്ടിലുമുള്ള ചർച്ചയാണ് പൂർത്തിയായത്. ഇന്നലെ വൈകുന്നേരം ഈ സമ്മേളന പ്രതിനിധികൾക്ക് മുൻപാകെ ജനറൽ സെക്രട്ടറി മറ്റൊരു റിപ്പോർട്ട് കൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഭാവി ചുമതലകളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ഈ മോദി സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള ബദൽ നയങ്ങളും ഉൾപ്പെടുന്ന ഒരു രേഖയാണ് ഈ സമ്മേളനത്തിൽ വെച്ച് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് ഈ പ്രതിനിധികൾ ഇന്ന് ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച പൂർത്തിയാക്കിയതിന് ശേഷം സമ്മേളനം അത് അംഗീകരിക്കും. ഈ രേഖയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും CITU ഇനി മുന്നോട്ട് അടുത്ത സമ്മേളനം വരെയുള്ള സമയങ്ങളിൽ ഏത് ദിശയിലാണ് നീങ്ങേണ്ടത്, ഏത് തരത്തിലാണ് സംഘടന മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന പ്രധാനപ്പെട്ട ചർച്ചയും നേരത്തെ ഇതുവരെയുള്ള 17ാം സമ്മേളനം വരെയല്ല, ഈ 18ാം സമ്മേളനത്തിലേക്ക് CITU എത്തി നിൽക്കുമ്പോൾ അത് കൂടുതൽ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ വേണ്ടുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ള പ്രതിനിധികളുടെ പൊതുവെയുള്ള വിലയിരുത്തലിനെ അടിസ്ഥാനപ്പെടുത്തി സംഘടനയെ ശക്തിപ്പെടുത്തേണ്ടുന്ന നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ സമ്മേളനത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മോദി സർക്കാരിൻ്റെ നയങ്ങൾ, ഈ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ എന്ന് പറയുന്നത് അത് തൊഴിലാളികളെ മാത്രം ബാധിക്കുന്നതല്ല, പൊതുജനങ്ങളെ മുഴുവൻ ബാധിക്കുന്ന നയങ്ങളാണ്. ഇപ്പോൾ ഗുരുതരമായി ബാധിക്കുന്ന നയങ്ങൾ, അവരുടെ ജീവന ഉപാധിയും എല്ലാം ഇല്ലാതാക്കുന്നതാണ് ഈ ലേബർ കോഡ് ഉൾപ്പെടെയുള്ള നയങ്ങൾ. അതുകൊണ്ട് ഈ സമരങ്ങൾ എന്നുള്ളത് തൊഴിലാളി സമരങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് ബഹുജന സമരങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് എല്ലാ ജനങ്ങളെയും അണിനിരത്തണം എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു പൊതുവികാരമായി സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിക്കാട്ടിയ കാര്യം. അതോടൊപ്പം തന്നെ മറ്റ് പുതിയ നൂതനമായിട്ടുള്ള തൊഴിൽ മേഖലകൾ, തൊഴിലിടങ്ങൾ രൂപപ്പെട്ടു വരുന്നുണ്ട്. ഈ ഡെലിവറി ജീവനക്കാരും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും എല്ലാം ഉൾപ്പെടുന്ന ഗിഗ് മേഖലയിൽ നിരവധി ആളുകൾ ഇപ്പോൾ തന്നെ രാജ്യത്ത് നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം 1 കോടിയിലധികം ആളുകൾ ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളെ സംഘടിപ്പിക്കുകയും CITUവിൻ്റെ കൊടി കീഴിലേക്ക് അണിനിരത്തുകയും ചെയ്യുക, IT അനുബന്ധ മേഖലയിൽ കൂടുതൽ ഇടപെട്ടുകൊണ്ട് അവിടെ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ച IT അനുബന്ധ മേഖലയിലെ തൊഴിലാളികളെ CITUവിൽ അണിനിരത്തുക, ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട സംഘടനയെ ശക്തിപ്പെടുത്തേണ്ട നിരവധി നിർദ്ദേശങ്ങളാണ് പ്രതിനിധികൾ മുന്നോട്ട് വെച്ചത്. ഏതായാലും ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ അഭിപ്രായ നിർദ്ദേശങ്ങൾ പ്രതിനിധികൾ മുന്നോട്ട് വെച്ച ചർച്ചയിൽ ഉയർത്തിക്കാട്ടിയ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടും ഈ ഭാവി കടമകളും അതോടൊപ്പം തന്നെ ബദൽ നയങ്ങളും കൃത്യമായി ചർച്ച ചെയ്ത് അതിൽ ഉൾപ്പെടെ എടുക്കുന്ന തീരുമാനങ്ങൾ പരിശോധിച്ചുകൊണ്ടുമായിരിക്കും CITU ഇനി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോവുക. നാളെയോടുകൂടി സമ്മേളനം അവസാനിക്കും. നാളെ പുതിയ കമ്മിറ്റിയെയും ഭാരവാഹികളെയും എല്ലാം തന്നെ തിരഞ്ഞെടുക്കും. വൈകുന്നേരം വിശാഖപട്ടണത്ത് തൊഴിലാളി മഹാറാലിയോടുകൂടിയാണ് ഈ സമ്മേളനത്തിന് 18ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് സമാപനമാകുന്നത്. ഈ തൊഴിലാളി റാലിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ഈ വിശാഖപട്ടണത്ത് ആരംഭിച്ചിട്ടുണ്ട്. വലിയ തൊഴിലാളി മുന്നേറ്റമായി നാളെ വൈകുന്നേരം നടക്കുന്ന തൊഴിലാളി മഹാറാലി മാറും എന്നുള്ളത് തന്നെയാണ് സംഘാടകർ ചൂണ്ടിക്കാട്ടുന്നത്. വലിയ ബഹുജനങ്ങളുടെ പിന്തുണ കൂടി ഈ സമരത്തിനുണ്ട്, ഈ ഒരു വിശാഖപട്ടണം നടത്തുന്ന സമ്മേളനത്തിനുണ്ട്. കാരണം വിശാഖപട്ടണം എന്ന് പറയുന്ന ഈ പ്രദേശം നിരവധി, അതായത് 10,000-കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അനവധിയുള്ള സ്ഥലമാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കവുമായി പോകുമ്പോൾ അതിവിടെയുള്ള ജനജീവിതത്തെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട്. കാരണം വിശാഖപട്ടണം എന്ന് പറയുന്ന സ്ഥലം, ഇവിടെയുള്ള ഒരു എക്കോണമി നിലനിൽക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം ആശ്രയിച്ചുകൊണ്ടാണ്, ഇവിടെയുള്ള എല്ലാ വ്യവസായങ്ങളെയും ആശ്രയിച്ചുകൊണ്ടാണ്. അത് തകരുമ്പോൾ അതിനെ മറ്റൊരു തരത്തിലേക്ക് സ്വകാര്യവൽക്കരിച്ച് അതിൻ്റെ ഇപ്പോൾ നിലവിലുള്ള അസ്തിത്വം ഇല്ലാതാക്കുമ്പോൾ അതിവിടെയുള്ള ജനജീവിതത്തെ എല്ലാം തന്നെ ബാധിക്കും. അതുകൊണ്ട് ജനങ്ങളുടെ വലിയ പിന്തുണ ഈ സമ്മേളനത്തിനുണ്ട്. അതുകൊണ്ട് നാളെ നടക്കുന്ന തൊഴിലാളി മഹാറാലിയും ഒരു വലിയ തൊഴിലാളി മുന്നേറ്റം, ഒരു മുന്നേറ്റമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. വിനിഷ, 18ാം CITU അഖിലേന്ത്യാ സമ്മേളനത്തിന് നേരത്തെ സന്തോഷം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഒരു ടോട്ടൽ എക്സ്പീരിയൻസ്? നാളെ സമ്മേളനം അവസാനിക്കാൻ പോവുകയാണ്.
തീർച്ചയായും വിശാഖപട്ടണം എന്ന് പറയുന്നത് ഇത് നേരത്തെ ഇവിടെ CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് നടന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ സമയത്തും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. വിശാഖപട്ടണം എന്ന് പറയുന്നത് ഈ ആന്ധ്രാപ്രദേശിലെ വലിയ ഒരു തൊഴിലാളികളുടെ കേന്ദ്രമാണ്. CITU-വിൻ്റെ രാജ്യത്തെ തന്നെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു പ്രദേശമാണ് ഈ വിശാഖപട്ടണം എന്ന് പറയുന്നത്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളും അനവധി പോരാട്ടങ്ങൾ നടന്ന ആന്ധ്രാപ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയാണ്. അതുകൊണ്ട് ഈ സമ്മേളനത്തിൽ ഒരു വലിയ ആവേശം തുടക്കം മുതൽക്ക് തന്നെയുള്ള ഇതൊരു CITU സമ്മേളനം എന്നതിനപ്പുറത്തേക്ക് ഇവിടെയുള്ള മുഴുവൻ ജനങ്ങളുടെ ഒരു പങ്കാളിത്തമായിരുന്നു ഈ സമ്മേളനത്തിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം. വിശാഖപട്ടണത്തിൽ എവിടെ പോയി നമ്മൾ നോക്കിയാലും ഈ CITU സമ്മേളനത്തെക്കുറിച്ചുള്ള ചർച്ചകളും വിശകലനങ്ങളും ഉൾപ്പെടെ പൊതുജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത വിശാഖപട്ടണത്ത് കഴിഞ്ഞ 5 വർഷങ്ങളായി ഈ നമ്മുടെ വിശാഖ് സ്റ്റീൽ എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നവരത്ന പൊതുമേഖലാ കമ്പനിയുണ്ട്. അവിടെ ഒരു ഐതിഹാസികമായ സമരം നടക്കുകയാണ് അതിൻ്റെ സ്വകാര്യവൽക്കരണത്തിനെതിരെ. ആ സമരത്തിന് ഈ നാടിൻ്റെ മുഴുവൻ പിന്തുണയുണ്ട്. അതിന് CITU-യും അതോടൊപ്പം തന്നെ പ്രമുഖ ട്രേഡ് യൂണിയനുകളെ നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും ഈ നാടിൻ്റെ ഒരു സമരമായി അത് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കാരണം ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ 35,000 തൊഴിലാളികൾ ഈ വിശാഖ് സ്റ്റീലിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കുടുംബങ്ങളുമെല്ലാമായി ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെയുണ്ട്. ഇവിടെയുള്ള ഒരു എക്കോണമി തന്നെ, ഇവിടെയുള്ള ഒരു സാമ്പത്തിക മേഖല തന്നെ പ്രവർത്തിക്കുന്നത് ഈ വിശാഖ് സ്റ്റീലുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ആ സ്ഥാപനത്തെ തകർക്കാൻ ഈ കേന്ദ്ര സർക്കാർ നോക്കുമ്പോൾ അതൊരു പൊതുജനവികാരമായി മാറിയ നാളുകളായിരുന്നു കഴിഞ്ഞ 5 വർഷം. അതുകൊണ്ട് ഈ സമ്മേളനം വിശാഖപട്ടണത്ത് നടക്കുമ്പോൾ ആ ജനങ്ങളുടെ ഒരു വലിയ പങ്കാളിത്തം, അവർ ഉയർത്തുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, വിശാഖപട്ടണത്തെ ഉരുക്ക് ഇന്ത്യയുടേതാണ്, കോർപ്പറേറ്റുകളുടേതല്ല എന്നുള്ളതാണ് ആരും നമ്മൾ സംസാരിക്കുന്നവരെല്ലാം പറയുന്ന ഒരു കാര്യം. മാത്രമല്ല ഈ തൊഴിലാളി സമരത്തിന് മുന്നിൽ കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടിയും വന്നിട്ടുണ്ട്. മറ്റ് പല പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ചെങ്കിലും ഇവിടെയുള്ള ഈ സമരത്തെ തുടർന്ന് ബഹുജനങ്ങളുടെ CITU-വിൻ്റെയോ ട്രേഡ് യൂണിയൻ്റെയോ മാത്രമല്ല ബഹുജനങ്ങളുടെ ഈ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. ഇതുവരെ അവർക്ക് ഈ വിശാഖ് സ്റ്റീല് സ്വകാര്യവൽക്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇവിടെയുള്ള സർക്കാരുകൾക്ക് പോലും, ആന്ധ്രയിലെ സർക്കാരുകൾക്ക് പോലും, സംസ്ഥാന സർക്കാരുകൾക്ക് പോലും ഈ സമരങ്ങളെയും ജനങ്ങളെയും അംഗീകരിക്കേണ്ട ഒരു സാഹചര്യം വന്നു. അത്തരത്തിലുള്ള ഈ നിരവധി സമരങ്ങൾ പല അനുബന്ധമായി പല സ്ഥലങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശാഖപട്ടണം എന്ന് പറയുന്നത് വലിയ ഒരു ആവേശത്തിൻ്റെ, തൊഴിലാളി മുന്നേറ്റത്തിൻ്റെ, കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തിൻ്റെ വലിയ ആവേശമുള്ള ഒരു പ്രദേശം തന്നെയാണ്. അവിടെ നടക്കുന്ന 18ാമത് സമ്മേളനത്തും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. മറ്റൊന്ന്, എല്ലാ ജനങ്ങളിലും കണ്ട ഒരു ആശങ്കയാണ്. മുൻ സമ്മേളനങ്ങളെ അപേക്ഷിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് തൊഴിലാളികൾ കടന്നു പോകുന്നത്. കാരണം ഈ ലേബർ കോഡുകൾ അടിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ തന്നെ അവരുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് അത് മാറുകയാണ്. സംഘടിക്കാൻ പോലും കഴിയാത്തൊരു നിലയിലേക്ക് തൊഴിലാളികൾ മാറുകയാണ്. അവർക്ക് ജോലി പോലും, അതായത് പുതിയ ഒരു ഈ നിയമം അനുസരിച്ച് വേജസ് ഓൺ പ്രൊഡക്ഷൻ എന്നുള്ള പുതിയൊരു സംവിധാനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് അവിടെ ഉൽപ്പാദനം ഉണ്ടെങ്കിൽ ആ ഉൽപ്പാദനത്തിനനുസരിച്ച് മാത്രമേ വേതനമുള്ളൂ. ഉൽപ്പാദനം കുറഞ്ഞാൽ അവരുടെ വേതനം കുറയും. ഉൽപ്പാദനം നടന്നില്ലെങ്കിൽ അവർക്ക് കൂലിയേ ഇല്ല. ഇതാണ് പുതിയ നയമായി നടപ്പിലാക്കാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ജീവന ഉപാധി ഇല്ലാതാകും. ഈ തൊഴിലാളികളെ ഏത് സമയത്ത് വേണമെങ്കിലും ഉൽപ്പാദനം നിർത്തിവെച്ച് പട്ടിണിക്കിടാൻ ഈ പറയുന്ന ഈ കോർപ്പറേറ്റുകൾക്ക് സാധിക്കും. അത് വലിയ ജീവൽ പ്രശ്നമായി തൊഴിലാളികൾ ഏറ്റെടുത്തിട്ടുണ്ട്. വളരെ ഗുരുതരമായ സാഹചര്യമാണത്. അതുകൊണ്ട് തന്നെ ഓരോ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് മാത്രമല്ല, ഇവിടെ നമ്മൾ കാണുന്ന സംസാരിക്കുന്ന ആളുകൾക്കെല്ലാം തന്നെ ഈ കേന്ദ്ര സർക്കാരിനെതിരായ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായ വികാരമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നാളെ നടക്കുന്ന തൊഴിലാളി റാലി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതുവരെയുള്ള CITU-വിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി മഹാറാലിയാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. വിനിഷ.